ചില ദിവസങ്ങൾ നമുക്ക് അങ്ങനെയല്ലേ, ഭയങ്കര തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഇടുക്കിയിലേക്കൊരു യാത്ര പോകേണ്ടതായിട്ട് വന്നു. രാവിലെ ഏർലി മോർണിംഗ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഞാനും ഷനാസും കൂടെ വൈകിട്ടോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പോവാണ്. ബുള്ളറ്റിൽ പോകാനെന്നുള്ള തീരുമാനം എൻ്റേതായിരുന്നു കേട്ടോ. അപ്പോൾ ഇടുക്കി കുട്ടിക്കാനത്തേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. വൈകുന്നേരം 7 മണിയോടുകൂടി കുട്ടിക്കാനം ടൗണിലെത്തി. കുട്ടിക്കാനത്ത് മരിയൻ കോളേജിൽ ക്ലാസ് എടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. മരിയൻ കോളേജിൽ രാത്രിയത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാട്ടോ. ഇവിടെ സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടിക്കാനം. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും കോടമഞ്ഞും കാറ്റും ചെറിയ ചാറ്റലും മഴയൊക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. രാവിലെയും പകലും രാത്രിയൊക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഗസ്റ്റ് ഹൗസ്. കോളേജ് കോമ്പൗണ്ടിനുള്ളിൽ തന്നെയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ക്ലാസ് എടുത്തു. ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു, ഇവിടെ അടുത്താണ് അമ്മച്ചി കൊട്ടാരം, അവിടെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന്. സിനിമകളിലൊക്കെ കണ്ട പ്രേത കൊട്ടാരം തന്നെയാട്ടോ ഇത്. നമ്മുടെ ഇന്ദ്രിയം പൈലറ്റ് അതുപോലെ കാർബൺ ഫാദിൻ്റെ കാർബൺ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത വീടാണ് ഇത്. ഇതൊരു പഴയ ബംഗ്ലാവാണ്. ബംഗ്ലാവ് അല്ല, ഒരു കൊട്ടാരം തന്നെയാണിത്. ഇതിൻ്റെ കൂടുതൽ ഐതിഹ്യം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെ നിന്ന് അധികം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തില്ല. അകത്തൊക്കെ കയറി നമുക്ക് കാണാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചിട്ട് അവിടെ നിന്ന് നേരെ പോന്നു. ഇത് കുട്ടിക്കാനം സെൻട്രൽ ടൗണിൻ്റെ സെൻട്രൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു തമിഴ് ഫാമിലിയാണ് ഇതിപ്പോൾ നോക്കി നടത്തുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി അവർക്ക് ചെറിയ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ കാണിച്ചു തരും. പക്ഷേ ഒരുപാടൊന്നും അതിൻ്റെ ഉള്ളിൽ കാണാനില്ല നിലവിൽ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുട്ടിക്കാനം സെൻറ്ററിൽ നിന്ന് തന്നെ ലെഫ്റ്റ് അടിച്ച് വാഗമൺ വഴി കൊച്ചിയിലേക്ക് വരാനാണ് പ്ലാൻ ചെയ്തത്. വാഗമണ്ണും ഒരു സ്ഥലത്ത് ഞങ്ങൾ പോകുമ്പോൾ നമ്മൾ വഴി കാണുന്ന പരമാവധി കാഴ്ചകൾ കണ്ടു മടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസമല്ലേ. ഇപ്പോൾ കുട്ടിക്കാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്, അഡ്വഞ്ചർ പാർക്കുകളുണ്ട്, ധാരാളം മൊട്ടക്കുന്നുകളുണ്ട്. നമ്മൾ പണ്ടൊക്കെ ചിത്രങ്ങളിൽ മാത്രം കണ്ട് മറന്ന മനോഹര മൊട്ടക്കുന്നുകളൊക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളുണ്ട്. അങ്ങനെ വാഗമണ്ണിൽ ഞങ്ങൾ പോകുന്ന വഴിയുള്ള മനോഹരമായ കാഴ്ചകളായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു റോഡായിരുന്നു. കാലാവസ്ഥയും നല്ലതായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും അറ്റ്മോസ്ഫിയർ എന്തുകൊണ്ടും നല്ലതായിരുന്നു. മരിയൻ കോളേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഴ അങ്ങോട്ട് പോകുമ്പോൾ കിട്ടിയെന്നല്ലാണ്ട് പിന്നീട് കാലാവസ്ഥയൊക്കെ നല്ല സ്മൂത്തായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വരുന്നത്. പോകുന്ന വഴിക്ക് അഡ്വഞ്ചർ പാർക്ക് കണ്ടു. പാർക്കിലൊന്ന് കയറി നോക്കാമെന്ന് വെച്ചാൽ വണ്ടിയകത്തേക്ക് കയറ്റിയപ്പോഴാണ് ഒരുപാട് വണ്ടികൾ അവിടെ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടപ്പുണ്ട്. ടൂറിസ്റ്റുകൾ വന്നിട്ട് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയായിരുന്നു ഈ കുട്ടിക്കാനം. അവിടെ നിന്ന് വാഗമണ്ണിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ കയറിയില്ല, പകരം തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. അത്രയേ ഉള്ളൂ.